പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാം യൂണിറ്റിലെ 2-ാം ചാപ്റ്ററായ എനി വുമൺ എന്ന കവിതയുടെ സമ്മറിയാണ്. ഈ ഒരു പാഠഭാഗത്തിൻ്റെയും ഇതിനു മുമ്പെയുള്ള പാഠഭാഗങ്ങളുടെയും സമ്മറിയും അതുപോലെ തന്നെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. എനി വുമൺ ബൈ കാത്രൈൻ ടൈനാൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനി വുമൺ എന്ന ഈ ഒരു കവിതയുടെ സമ്മറി വിശദീകരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിൻ്റ് വൈസ് ആക്കിയിട്ടാണ് നാം വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ഏതൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും അവയിൽ ഉൾപ്പെടുത്താൻ, അവർക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഓരോ പോയിൻ്റുകളാക്കിയിട്ടാണ് ഈ ഒരു സമ്മറിയെ നാം വിശദീകരിക്കുന്നത്. എനി വുമൺ ഇസ് എ പോം റിട്ടൺ ബൈ കാത്രൈൻ ടൈനാൻ. എനി വുമൺ എന്ന ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് കാത്രൈൻ ടൈനാൻ ആണ്. The theme of the poem is value of a mother or importance of woman in a house. ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത് വാല്യൂ ഓഫ് എ മദർ, ഒരു അമ്മയുടെ മൂല്യത്തെക്കുറിച്ചാണ്. അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് വുമൺ ഇൻ എ ഹൗസ്, ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത്. The poem describes both motherhood and womanhood. ഈ ഒരു കവിത വിവരിക്കുന്നത് ബോത്ത് മദർഹുഡ്, മാതൃത്വത്തെക്കുറിച്ചാണ്, ആൻഡ് വുമൺഹുഡ്, അതുപോലെ തന്നെ സ്ത്രീത്വത്തെക്കുറിച്ചുമാണ് ഈ ഒരു കവിത വിശദീകരിക്കുന്നത്. അതായത് ഈ ഒരു കവിതയിലൂടെ പോയട്രി വിവരിക്കുന്നത് സ്ത്രീത്വത്തെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ മാതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മാതൃത്വത്തെക്കുറിച്ച് ഈ ഒരു കവിതയിലൂടെ വിശദീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. The poet says, mothers are the pillars of the house. ഈ ഒരു കവയത്രി ഈ ഒരു കവിതയിലൂടെ പറയുകയാണ്, അമ്മമാർ വീടിൻ്റെ തൂണുകളാണ്. Mothers are the keystone of the house. അമ്മമാർ വീടിൻ്റെ ആണിക്കല്ലാണ്. Mothers are the fire upon the hearth. അമ്മമാർ അടുപ്പിലെ തീയാണ്. Mothers are the light of the sun. അമ്മമാർ സൂര്യൻ്റെ പ്രകാശമാണ്. Mothers are the heat of the earth. അമ്മമാർ ഭൂമിയിലെ ചൂടാണ്. Mothers are the light of love. അമ്മമാർ സ്നേഹത്തിൻ്റെ പ്രകാശമാണ്. Mothers are the twist that holds together. അമ്മമാർ എല്ലാവരെയും ഒരുമിച്ച് പിടിക്കുന്ന ഒരു പിടുത്തമാണ്. Mothers are the knot of love. അമ്മമാർ സ്നേഹത്തിൻ്റെ ഒരു പിടുത്തമാണ്. Mothers are the house from floor to roof. അമ്മമാർ ഒരു വീടിൻ്റെ താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ അമ്മമാരാണ്. അതായത് ഒരു വീടിൻ്റെ എല്ലാം അമ്മമാരാണ്. Then mothers are the wall against all danger. എല്ലാ അപകടങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു മതിലാണ് അമ്മമാർ. Then mothers are the door against the wind and snow. കാറ്റിനും മഞ്ഞിനും എതിരായിട്ട് നിൽക്കുന്ന വാതിലുകളാണ് അമ്മമാർ. ഇത്രയും കാര്യങ്ങളിലൂടെ, അതായത് അമ്മമാർ ഒരു വീടിൻ്റെ എല്ലാം ആണെന്ന് പറയാൻ വേണ്ടി കവയത്രി ഉപയോഗിച്ചിരിക്കുന്ന ഈ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസാണ് മെറ്റഫർ എന്നത്. അതായത് ഈ ഒരു കവിതയിൽ കംപ്ലീറ്റ് ആയിട്ട് മെറ്റഫറാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. ഇനി മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കവയത്രി അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. മദേഴ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഹൗസ്. അമ്മമാർ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് വിതൗട്ട് മദർ ദ ഫാമിലി വിൽ ലോസ് ഇറ്റ്സ് യൂണിറ്റി. ജസ്റ്റ് ലൈക്ക് ദ കൊളാപ്സ്ഡ് ബിൽഡിംഗ് വിതൗട്ട് പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ. അമ്മമാരില്ലാത്ത ഒരു വീടിന് അതിൻ്റെ യൂണിറ്റി, അതിൻ്റെ ഒരുമ നഷ്ടപ്പെടുകയും, ഏതുപോലെ ജസ്റ്റ് ലൈക്ക് ദ കൊളാപ്സ്ഡ് ബിൽഡിംഗ് വിതൗട്ട് പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ, തൂണുകളും ആണിക്കല്ലുമില്ലാതെ തകർന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥയായിരിക്കും
അമ്മമാരില്ലാത്ത ഒരു വീടിൻ്റെ അവസ്ഥ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിതൗട്ട് മദർ എ ഫാമിലി ഡസൻ ഹാവ് എക്സിസ്റ്റൻസ്. അമ്മമാരില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കില്ല. ഷി മേക്സ് ദ ഹൗസ് അലൈവ്. ആ ഒരു വീടിനെ ജീവസുറ്റതാക്കുന്നത്, ജീവനുള്ളതാക്കുന്നത് അവളാണ്, അതായത് അമ്മമാരാണ്. വിച്ച് മീൻസ് ദർ ഈസ് നോ ഹാപ്പി ഫാമിലി വിതൗട്ട് ഹർ. അവളില്ല എങ്കിൽ, ഒരു വീട്ടിൽ അമ്മയില്ല എങ്കിൽ അവിടെ ഒരു സന്തോഷമുള്ള ഒരു കുടുംബം ഉണ്ടായിരിക്കില്ല. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് ഫോർ ചിൽഡ്രൻ. അവൾ അവളുടെ മക്കൾക്ക് പവിത്രമായിട്ടുള്ള, പ്യുവറായിട്ടുള്ള സ്നേഹം നൽകുന്നു. ആൻഡ് ഷീ പ്രൊവൈഡ്സ് ദം വാട്ട് ദേ വാണ്ട് ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ. അങ്ങനെ അമ്മമാർ അവരുടെ മക്കൾക്ക് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ, അവരെ നല്ല മക്കളാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു വീട്ടിലെ മക്കൾ നല്ല മക്കളാകുന്നതിൽ അമ്മമാർക്കുള്ള പ്രധാനപ്പെട്ട റോളിനെ കുറിച്ചും ഈ ഒരു കവിത വിശദീകരിക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ കാൺ ഗ്രോ വിതൗട്ട് ഹർ. അമ്മമാരൊരു വീട്ടിലില്ല എങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക്, അവിടെയുള്ള അവരുടെ മക്കൾക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കില്ല. ഹർ കെയർ ആൻഡ് ലവ് ഹോൾഡ്സ് ഹർ ചിൽഡ്രൻ ഇൻ ദ ഫാമിലി ആൻഡ് ഷോ ദം റൈറ്റ് പാത്ത്. അങ്ങനെ അമ്മമാരുടെ ആ ഒരു കെയറും ആ ഒരു സ്നേഹവും വാത്സല്യവുമെല്ലാം മക്കളെ അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നു. ആൻഡ് ഷോ ദം റൈറ്റ് പാത്ത്, അവർക്ക് നല്ല ശരിയായ വഴികൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദെൻ എ വുമൺ ഇസ് എൻ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ ഓൾറൗണ്ടറാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മമാർ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഹർ കെയർഫുൾ ടച്ച് റീച്ചസ് എവ്രിവെയർ ആൻഡ് എവറിത്തിങ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിൻ്റെ എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും അമ്മമാരുടെ ആ ഒരു കെയർഫുൾ ആയിട്ടുള്ള ടച്ച് എല്ലായിടത്തും എത്തിച്ചേരുന്നു. മദർ ഡസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മമാരാണ്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹൗസ് ആർ കണക്റ്റഡ് വിത്ത് ദ മദർ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഷീ സ്റ്റാൻഡ്സ് ആസ് എ ബാരിയർ ആൻഡ് പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ പ്രോബ്ലംസ്. വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എതിരായിട്ട് അവൾ നിൽക്കുന്നു. ആൻഡ് പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ, അവളുടെ മക്കളെ അവൾ സംരക്ഷിക്കുന്നു. ഫ്രം ഓൾ പ്രോബ്ലംസ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മക്കളെ സംരക്ഷിക്കുന്നത് അമ്മമാരാണ്. In the last part of the poem, the mother prays to the God to not to take her till the children grow. ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്തിലായിട്ട് അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നോട്ട് ടു ടേക്ക് ഹർ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. കുട്ടികൾ വളരുന്നത് വരെ എന്നെ നീ മരിപ്പിക്കരുത് എന്ന് ദൈവത്തോട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഇറ്റ് ഷോസ് ഹെർ അറ്റ്മോസ്റ്റ് ലവ് ടുവാർഡ്സ് ഹെർ ചിൽഡ്രൻ. ഇതെന്താണ് കാണിക്കുന്നത്? ആ ഒരു അമ്മയുടെ അറ്റ്മോസ്റ്റ് ലവ്, അങ്ങേയറ്റത്തെ മക്കളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിനെയാണ് ഈ ഒരു പ്രാർത്ഥന കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കവിതയിലൂടെ കവയത്രി വിശദീകരിക്കുന്നത് ഒരു വീട്ടിലെ ഒരു മാതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ കവയത്രി വിശദീകരിക്കുന്നത്. Then the poem describes the unconditional love of a mother. ഈ ഒരു കവിതയിലൂടെ കവയത്രി വിശദീകരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ, ഒരു അമ്മയുടെ കണ്ടീഷനില്ലാത്ത അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ കവയത്രി വിശദീകരിക്കുന്നത്. എനി വുമൺ എന്ന ഈ ഒരു കവിതയുടെ ലൈൻ ബൈ ലൈൻ സമ്മറിയും അതുപോലെ തന്നെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്.